ഈ ഫ്ലവർ ബഞ്ച് എങ്ങനെയുണ്ടെന്ന് പറയൂ. ഇതുപോലത്തെ ഒരു ഫ്ലവർ ബഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പഠിക്കാം. ഫസ്റ്റ് നമുക്കൊരു സർക്കിൾ ഷേപ്പിന് ഒരു പേപ്പർ വേണം. ഇതിന് നമുക്ക് നമ്മുടെ ഫ്ലവർ ബഞ്ചിൻ്റെ ലെങ്തിനനുസരിച്ചിട്ട് ഫ്ലവേഴ്സ് ഇൻക്ലൂഡും ചെയ്യാം എക്സ്ക്ലൂഡും ചെയ്യാം. ഞാനൊരു 6 ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഒരു സർക്കിൾ ഷീറ്റ് പേപ്പർ വേണം. അതിനെ 2ആയിട്ട് മടക്കണം. വീണ്ടും ഫോൾഡ് ചെയ്യണം. ഒന്നുകൂടെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ദെൻ ഇതിനെ കട്ട് ചെയ്യണം. ഈ പേപ്പറിനെ 3 ഈക്വൽ പാർട്സ് ആക്കി ഒന്ന് കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം ഈ ഓരോ പാർട്ടിനെ ഓരോ ലീഫാക്കി ഓരോ പെറ്റൽസ് ആക്കി എടുക്കണം. പെറ്റൽസ് ആക്കി കട്ട് ചെയ്തതിന് ശേഷം ഇതിനെ ഓപ്പൺ ചെയ്ത് സെൻറ്റർ പോർഷനിലൂടെ കട്ട് ചെയ്ത് കൊടുക്കണം. ദെൻ ഇതിനെ ഒന്ന് ഇങ്ങനെ ഒന്ന് ആക്കി പെറ്റൽസിനെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. ദെൻ നമുക്ക് ഇതിനെ ഒന്ന് ഫ്ലവർ ആക്കി ഒട്ടിച്ചെടുക്കണം. റോൾ ചെയ്ത് ഫ്ലവർ ആക്കണം. ദെൻ ഇതിനകത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഫ്ലവർ ബഡ്സ് നമുക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടി ഒരു കുഞ്ഞ് യെല്ലോ കളർ ഷീറ്റ് പേപ്പർ എടുക്കുക. ഒന്ന് 2ആയിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിനെ ഒന്ന് റോൾ ചെയ്യുക. റോൾ ചെയ്ത് ഒട്ടിച്ചെടുക്കാം. ഈ ഫ്ലവർ ബഡ്സ് ഈ ഫ്ലവറിലോട്ട് ഈസിലി ഒന്ന് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലൂ സ്റ്റിക്കാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഗ്ലൂ സ്റ്റിക്ക് വെച്ച് ചെറുതായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ഫ്ലവർ ബഡ്സ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു 6 ഫ്ലവേഴ്സ് കൂടെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റെം ഉണ്ടാക്കണം. സ്റ്റെം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രീൻ കളർ ഷീറ്റ് പേപ്പർ എടുക്കുക. അതിനെ റോൾ ചെയ്യുക. നല്ല ടൈറ്റാക്കി റോൾ ചെയ്ത്
റോൾ ചെയ്തെടുക്കാം. ദെൻ റോൾ ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഈ ഫ്ലവേഴ്സ് ഒന്നതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഫ്ലവേഴ്സ് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി ഗ്ലൂ സ്റ്റിക്ക് വെച്ച് നമുക്കൊന്ന് പെട്ടെന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. ദെൻ ഇതിനെ ഓരോ ഫ്ലവേഴ്സായിട്ട് നമുക്കിവിടെ ഒട്ടിച്ച് കൊടുക്കാം. അൾട്ടർനേറ്റീവ് സൈഡ്സിലായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കുന്നത് നമ്മുടെ ഫ്ലവർ ബഞ്ച് കാണാൻ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒട്ടിക്കാൻ വേണ്ടിയിട്ടൊന്ന് ശ്രദ്ധിക്കുക. നമുക്ക് ഗം ഉപയോഗിച്ച് ഒട്ടിക്കാം, പക്ഷേ കുറച്ചൊന്ന് ടൈം കൺസ്യൂമിങ് ആണ്. ഇതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഒട്ടിച്ച് കിട്ടും. ദെൻ ഇതിൽ നമുക്ക് നല്ല ലെങ്തി ആയിട്ട് 2 ലീഫ് കട്ട് ചെയ്തെടുക്കണം. അതിന് ഒരു കളർ ഷീറ്റ് പേപ്പർ എടുത്തു, ലെങ്തായിട്ട് ഗ്രീൻ കളർ ലീഫ് കട്ട് ചെയ്തെടുക്കാം. ദെൻ ഇതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. സ്റ്റിക്ക് ചെയ്തതിന് ശേഷം ഈ ലീഫിനെ ഒന്ന് റോൾ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ ഫ്ലവർ ബഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്ലവർ ഇഷ്ടപ്പെട്ടവരൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.